ഹായ് ഹലോ എവ്രിവൺ FIUGP മൈനർ മാത്സിലെ മെട്രിക്സ് ആൾജിബ്രയിലെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ അസോസിയേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഹൊറിസോണ്ടലി കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് 904 എന്ന് പറയുന്ന എലമെൻറ്റ്സിനെ നമ്മൾ വേർട്ടിക്കലി എഴുതുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ബി ട്രാൻസ്പോസും സി ട്രാൻസ്പോസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. അതെങ്ങനെയാണ് വന്നത്? എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സിനെ വേർട്ടിക്കലി ആക്കിയിട്ട് എഴുതുന്നതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ആ വേർട്ടിക്കലി എഴുതിയ സാധനത്തിനെ വീണ്ടും ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഹൊറിസോണ്ടലി ആയിട്ട് തിരിച്ച് എ ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. തേർഡ് വൺ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫോർത്ത് വൺ വരുന്നത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. വെരിഫൈ ദാറ്റ് x1 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട്. വെയർ t ഈസ് എനി റിയൽ നമ്പർ ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം. 2x1 മൈനസ് 3x2 പ്ലസ് 4x3 ഈസ് ഈക്വൽ ടു 1, x1 മൈനസ് x2 മൈനസ് x3 ഈസ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് സൊല്യൂഷനിലേക്കും x1 x2 x3ൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. തേർഡ് സ്റ്റെപ്പിൽ നമ്മളത് 2 ഇൻറ്റു 14 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 ഇൻറ്റു 14 പ്ലസ് 2 ഇൻറ്റു 70 മൈനസ് 3 ഇൻറ്റു 9 27 മൈനസ് 3 ഇൻറ്റു 60 ആണ് മൈനസ് 18t എന്ന് കിട്ടിയിരിക്കുന്നത്. ദെൻ പ്ലസ് 14 നമുക്ക് കിട്ടി. ഇതിൽ പ്ലസ് 14t മൈനസ് 18t എന്ന് പറയുന്നത് മൈനസ് 40 ആണ്. ഈ മൈനസ് 40 പ്ലസ് 40 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. പിന്നെ ബാക്കി വരുന്നത് ആരേ ഉള്ളൂ? 28 മൈനസ് 27 ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് അവിടുത്തെ സൊല്യൂഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ x1 x2 x3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് ആൻസർ വരും. വിച്ച് മീൻസ് എന്താണ്? x1 x2 x3 ഒരു സൊല്യൂഷനാണ്. ഇത് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, സോൾവ് എന്ന് പറഞ്ഞിട്ട് 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ഏതെങ്കിലും ഒന്ന് ക്യാൻസലായി പോകുന്ന രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ നമ്പർ 2ൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻറ്റു 2 ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. ആ ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കുറച്ചു. അങ്ങനെ കുറച്ച സമയത്ത് നമുക്ക് മനസ്സിലായി അവിടുത്തെ x1 ക്യാൻസലായിട്ട് പോയി. കണ്ടോ നിങ്ങളവിടെ x1 ക്യാൻസലായിട്ട് പോയി, ആ ഒരു ടേമേ അവിടെ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻറ്റു 2 ഇക്വേഷൻ നമ്പർ 2ൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 5 കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 2ഉം 3യും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ടേം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വണ്ണിലും x1 ആണ് ക്യാൻസൽ ചെയ്തത്, അപ്പോൾ നമ്മൾ സെക്കൻഡ് വണ്ണിലും x1 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 2ൻ്റെ കൂടെ ഇൻറ്റു 5 ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 6 കിട്ടി. ഈ കിട്ടിയ ഇക്വേഷൻ നമ്പർ 6ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 7 കിട്ടി. ഒരു പുതിയൊരു ഇക്വേഷൻ നമ്പർ 7 കിട്ടി. ദെൻ നമ്മൾ ചെയ്യുന്നത് x1 ഇല്ലാത്ത ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 7ഉം കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ x2 കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ x2 കണ്ടുപിടിക്കണമെങ്കിൽ x3 ക്യാൻസലായിട്ട് പോകണം. അങ്ങനെ ക്യാൻസലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 7 ഇൻറ്റു 3 ചെയ്തത്. അങ്ങനെ ഇൻറ്റു 3 ചെയ്തത് കൊണ്ട് അവിടെ 3x3 ക്യാൻസലായിട്ട് പോയി. 11x2 ഇസ് ഈക്വൽ ടു മൈനസ് 33 എന്ന് കിട്ടി. ദെൻ x2 ഇസ് ഈക്വൽ ടു മൈനസ് 33/11 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് x2 ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? x3 കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 5ൽ x2ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? x3 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അത് സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1ലേക്ക് x2ൻ്റെയും x3ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 = 10 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.